പ്രതീക്ഷിക്കാണ്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് രാവിലെ തന്നെ മീൻ വാങ്ങിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ എന്തായാലും ഇറങ്ങിയതല്ലേ എന്ന് വിചാരിച്ച് ചുമ്മാ നമ്മളുടെ അൽക്കൊറ മൗണ്ടൈൻ്റെ അതിലൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ച്. നമ്മളന്ന് ആനിവേഴ്സറിക്ക് രാത്രിയല്ലേ വന്നത്, അതുകൊണ്ട് ഇതിൻ്റെ ഈ ഒരു ഭംഗിയൊന്നും ശരിക്കും കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ ഇന്ന് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല, അതിന് നമുക്ക് പിന്നൊരു ദിവസം വരാം. അപ്പോൾ പോകുന്ന വഴിക്ക് അവയ്ക്ക് ജ്യൂസ് വാങ്ങിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ചേട്ടൻ അവീനെ കണ്ടതുകൊണ്ടായിരിക്കും ഇവിടെ തൊട്ടടുത്തൊരു പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞ്, അതും കുട്ടികൾക്ക് കളിക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു പാർക്കാണ്, നിങ്ങൾ പോയി നോക്കുമെന്ന് പറഞ്ഞ്. അപ്പം നമുക്കും അറിയില്ലായിരുന്നു ഇവിടെ അടുത്ത് ഇങ്ങനെ ഒരു പാർക്കുള്ള കാര്യം. അപ്പോൾ എന്തായാലും ഒന്ന് വന്ന് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞങ്ങൾ വിചാരിച്ചത് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള ചെറിയൊരു സ്പേസ് ഒക്കെ ആയിട്ടുള്ള ചെറിയൊരു പാർക്കാണ് കേട്ടോ. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത് ദാ ഏക്കർ കണക്കിന് പരന്ന് കിടക്കുന്ന വലിയൊരു പാർക്കാണ് കേട്ടോ. അതും ഫുള്ള് മരങ്ങളും ചെടികളും കിളികളെ സൗണ്ടും ഒക്കെ ആയിട്ട് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു സ്ഥലമാണ്. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള പ്ലേ ഏരിയാസ് ആണെങ്കിൽ അതും കുറേ ഉണ്ട് കേട്ടോ. സ്ലൈഡും സീസോയും ഊഞ്ഞാലും ഒക്കെ ആയിട്ട് ഒരു 10-50 എണ്ണെങ്കിലും ഉണ്ടാവും. അത് നേരെ അങ്ങോട്ട് നോക്ക്, പാർക്ക് കണ്ടോ? അയ്യോ നല്ല പാർക്കല്ലേ. പൊട്ടി പാർക്കല്ല, നല്ല പാർക്കാണ്. പിന്നെ ചെടികളിൽ ഏറ്റവും കൂടുതലുള്ളത് ബോഗൻവില്ലയാണ്. അതും കണ്ടോ, ഫുള്ള് ഫ്ലവേഴ്സ് ഉണ്ടായി നിൽക്കുകയാണ് കേട്ടോ. എന്തൊരു ഭംഗിയാണ് കാണാന്. നമ്മുടെ നാട്ടിൽ ഇതിന് കടലാസ് പൂവെന്നാണ് കേട്ടോ പറയുക. പിന്നെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് ഈ ഒരു ചെടി ഉള്ളതെന്നുണ്ടെങ്കിൽ ഫ്ലവേഴ്സിനൊക്കെ നല്ല ഡാർക്ക് കളറായിരിക്കും എന്ന് പറയും. അതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടെ നല്ല വെയിലത്തുണ്ടായതുകൊണ്ടായിരിക്കും ഫ്ലവേഴ്സിനൊക്കെ ഒരു പ്രത്യേക ഡാർക്ക് കളറാണ്. നാട്ടിലായിരുന്നെങ്കിൽ ഒരു കൊമ്പൊക്കെ പൊട്ടിക്കായിരുന്നല്ലേ. അങ്ങനെ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെയും നമ്മൾ മുന്നോട്ട് പോയിട്ടോ. എത്ര പോയിട്ടും ഇത് തീരുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഇതിനൊരു അന്ത്യമില്ല കേട്ടോ. അത്രയും റോഡ് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഒരു 10-40 കിലോമീറ്ററെങ്കിലും നമ്മളിങ്ങനെ പോയിട്ടുണ്ടാവും. കുറേ മുന്നോട്ട് പോയപ്പോൾ പിന്നൊക്കെ ദാ ഇതുപോലെയാണ് കേട്ടോ സ്ഥലങ്ങൾ. സൈഡിലൊക്കെ കുറേ മരങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ കുറച്ചൊരു തരിശായിട്ട് കിടക്കുന്ന പോലെയാണ്. ഈ സൈഡിൽ കാണുന്ന മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതിനൊക്കെ നനയ്ക്കാൻ ഓസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ, അതായത് വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ മരുഭൂമിയിലുള്ള മരുപ്പച്ചുള്ളത് അല്ലസയിലാണ് കേട്ടോ, നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത്. അതുപോലെ സൗദിയിൽ ഏറ്റവും കൂടുതൽ കാരക്ക ഉൽപ്പാദിപ്പിക്കുന്നതും ഇവിടെ തന്നെയാണ്. പിന്നെ നമ്മൾ കുറേ ദൂരം ഇങ്ങനെ പോയിട്ടും ഇതിനൊരു അറ്റം കാണുന്നില്ല കേട്ടോ. ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു അറ്റം കണ്ടുപിടിക്കാനൊരാഗ്രഹം. അങ്ങനെ നമ്മൾ കുറേ ദൂരം പോയിട്ട് ലാസ്റ്റ് എത്തിയതാ ഇവിടെയാണ് കേട്ടോ. ഇത് കത്തീബ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. അതായത് ഡെസേർട്ടാണ്. നമുക്ക് രാത്രി ക്യാമ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. ഇവിടെ വിളിച്ച് ബുക്ക് ചെയ്തിക്കുകയാണെങ്കിൽ നമുക്ക് രാത്രി ഇവിടെ വന്നിട്ട് ക്യാമ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിനുള്ള എല്ലാ സെറ്റപ്പും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്നാണ് ഇതിൻ്റെ ഒരു നിഗമനം. അതല്ലേ നമ്പറൊക്കെ ഇതിലുണ്ട് കേട്ടോ ബുക്ക് ചെയ്യാനുള്ള. നല്ല വെയില്. അമ്പിളിമാമനോ? അമ്പിളിമാമനോ? അത് സണ്ണാണ്. അത് സണ്ണല്ലേ? വെയിലല്ലേ? നീ 5 വണ്ടി ഓടിക്കണേ? അവീനെടുക്കണം. 5 വണ്ടി ഓടിക്കണെന്ന് പറഞ്ഞപ്പോ അവീനെടുക്കണം. എങ്ങനെയാ നീ ഒരിത്തിരി ആക്സിലേറ്റർ കൊണ്ടിട്ടെ? അയ്യോ ഒന്ന് പിടിച്ച് വെക്കല്ലേ. ഗിയർലെസ് ആയിട്ടുള്ള കാർ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര സ്മൂത്തായിട്ട് ഓടിക്കുന്നത്. അല്ലാണ്ട് എനിക്ക് ശരിക്കും കാർ ഓടിക്കാനൊന്നും അറിയില്ല. പിന്നെ ഇവിടെ കുറേ സ്ഥലം ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത്, വേറെ ആരുമില്ല കേട്ടോ ഇവിടെ. ഫുള്ളിങ്ങനെ കാലിയായിട്ട് കിടക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് കാർ ഓടിച്ച് നോക്കാമെന്നൊരാഗ്രഹം കൊണ്ട് ഓടിച്ചതാണ്. പിന്നെ ഇവിടെയൊക്കെ സൈഡിലായിട്ട് ഇതാ ഇതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള പാർക്കൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഫുൾ കിളികളെ സൗണ്ടും മരങ്ങളെ തണലും ഒക്കെ ആയിട്ട് നമുക്ക് ഫാമിലി ആയിട്ട് വന്നിരിക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ഇതാ ടോയ്ലറ്റ് ഉണ്ട്. അതുപോലെ തന്നെ വെയിലൊക്കെ ആണെങ്കിൽ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്ഥലങ്ങളാണ്. പശു അല്ലത്,
കുതിരയാണ്. അതിൻ്റെ ഉള്ളിൽ ആൾക്കാര് കണ്ടാ കുതിര പോണണ്ടാ. ഇത് കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള കുതിരവണ്ടി അല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ കുതിരവണ്ടി കാണുന്നത്. ഇതിൽ കയറാൻ ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കി, പക്ഷെ ഭയങ്കര തിരക്കാണ്. ഒരാൾ ഇറങ്ങുമ്പോഴത്തേക്ക് അടുത്ത ആൾ കയറുന്നുണ്ട്. എന്നാൽ പിന്നെ അവിക്കുട്ടനെ കുറച്ച് കളിപ്പിക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ പലതരത്തിലുള്ള പാർക്കുകളുണ്ട് കേട്ടോ. ചെറിയ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ളതും വലിയ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ളതും ഒക്കെ ഉണ്ട്. ഇപ്പം നമ്മളുള്ളത് കുറച്ചും കൂടെ ഒരു വലിയ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സ്ലൈഡൊക്കെ കുറച്ചൊരു വലിപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഭയങ്കര സ്പീഡിലായിരുന്നു കേട്ടോ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ താഴെ ഇരുന്ന് ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവൻ തറയിൽ കിടക്കും. പിന്നെ ചെറിയ കുട്ടികൾക്കുള്ള പാർക്കിൽ സ്ലൈഡൊക്കെ ഒന്നും കൂടി ചെറുതാണ് കേട്ടോ. പക്ഷെ അത് കുറച്ച് അങ്ങോട്ട് മാറിയിട്ടാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ തന്നെ കളിക്കുന്നത്. അത് മാത്രമല്ല എനിക്ക് വേറൊരു ദുരുദ്ദേശം കൂടി ഉണ്ട് കേട്ടോ. എനിക്കിതിലൊന്ന് കയറി നോക്കണം എന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ 6ാം ക്ലാസ് പഠിക്കുമ്പോഴായിരിക്കും ലാസ്റ്റ് ഇതിൽ കയറിയിട്ടുണ്ടാവുക. അപ്പോൾ ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് ഒരു ചാൻസ് കിട്ടുമ്പോൾ നമ്മൾ ഒഴിവാക്കണ്ടല്ലോ. പിന്നെ ഇവിടെയാണെങ്കിൽ നാട്ടിലത്തെ പോലെ ഏജ് ലിമിറ്റ് ഒന്നും എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് പേടിക്കണ്ട. എന്നാലും ഞാൻ ചുറ്റൊന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ, ആരെങ്കിലും കാണുന്നുണ്ടോയെന്ന്. പക്ഷേ ഇവിടെയൊന്നും ഒരു മനുഷ്യക്കുഞ്ഞു പോലുമില്ല. അതെന്തായാലും അടിപൊളിയായിട്ടോ. ആ ഒരു സൗണ്ട് താനേ വന്നതാണ്. എനിക്കെന്തായാലും നന്നായിട്ട് ഇഷ്ടമായി. അതുകൊണ്ടൊരു 4-5 തവണ പിന്നെയും ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. ആ 5 കൊമ്പത്ത് സ്ലൈഡിൽ കയറുന്നോന്ന് അഖിലേട്ടനോട് ഞാൻ ചോദിച്ചതാട്ടോ. പക്ഷെ അഖിലേട്ടന് വലിയ താല്പര്യമില്ല. പക്ഷേ ഈ ഒരു സീസോറ് ഞാൻ മൂപ്പരെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ഇതൊന്നും എടുത്ത് യൂട്യൂബിലിടല്ലേന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇരുന്നത്. പിന്നെ കുറച്ചപ്പുറത്തായിട്ട് കുറേ ബോർഡുകളൊക്കെ വെച്ചിട്ടുള്ളൊരു സ്ഥലം കണ്ടപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയി നോക്കി. അവിടെയാണെങ്കിൽ ഒരു പഴയ മോഡൽ കിണറൊക്കെ ഉണ്ട് കേട്ടോ. കിണർ മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിൽ കുറേ വേസ്റ്റൊക്കെയാണ് കേട്ടോ ഉള്ളത്. ബോർഡുകളിലാണെങ്കിൽ ചരിത്രപരമായിട്ടുള്ള കുറേ പെയിൻറ്റിങ്സ് ആണ് കേട്ടോ. അതായത് പണ്ടത്തെ ആളുകൾ, അവരുടെ വസ്ത്രങ്ങൾ, പിന്നെ ഫുഡ്, അങ്ങനത്തെ കുറേ പെയിൻറ്റിങ്സ് ഒക്കെയാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കിളികൾക്ക് വേണ്ടിയിട്ട് മരത്തിൻ്റെ മുകളിൽ ഇതുപോലെ കുറേ കൂട് വെച്ചിട്ടുള്ളതും കണ്ട്. എന്തായാലും ഉച്ചയ്ക്ക് കറി വെക്കാൻ മീൻ വാങ്ങാൻ ഇറങ്ങിയതാണ്. ഇപ്പം സമയം 3 മണിയായിട്ടുണ്ട്. പിന്നെ ഇവിടെ നോമ്പായതുകൊണ്ട് പകലൊന്നും ഹോട്ടലും തുറക്കൂല. അതുകൊണ്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതും നടക്കൂല. അപ്പം നമുക്ക് മീൻ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി കറി വെച്ചിട്ട് വേണം ചോറ് കഴിക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഓരോ ജ്യൂസും കേക്കും ഒക്കെ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ വിശപ്പില്ല, എന്നാലും ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. ചെകുവരിയല്ല കാറിൻ്റെ ബാക്കിൽ.